ഇറാന്റെ മതനേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. പലരും എന്നൊക്കെയാണ് പറഞ്ഞത്. ഖമനേയി അദ്ദേഹം ഏതോ ബങ്കറിനുള്ളിൽ വൈദ്യുതി പോലും ഇല്ലാത്തിടത്ത് ഒളിച്ച് പാത്ത് പതുങ്ങിയിരിക്കുക എന്നും കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഒരു വിവരവും പിന്നെ പുറത്തു വന്നിട്ടില്ല. അല്ല, എന്നാലും ഒന്ന് അന്വേഷിക്കുന്ന പേടിച്ച് വിറച്ച് പാവം അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, പ്രീത ഉത്സവങ്ങൾക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. കഥകളി കണ്ടിട്ടുണ്ടോ? കഥകളി കണ്ടിട്ടില്ല. മണിച്ചിത്രത്താഴില് ശോഭനയൊക്കെ കാണാൻ പോയപ്പം ആ സിനിമയിൽ ഉത്സവത്തിന് പോകുന്നത് നാടകം, ബാലെ. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കഥകളി ഒന്നുമില്ല അല്ലേ? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മിക്കവാറും അമ്പലത്തിലെ ഉത്സവത്തിന് 1-2 ദിവസം കഥകളി ഉണ്ടാവും. അപ്പോൾ ഈ കഥകളി കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അന്നൊക്കെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അമ്പലത്തിലെ ഉത്സവത്തിന് ഉത്സവപ്പറമ്പിലായിരിക്കും. ഞാൻ ഓർക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഉത്സവത്തിന് പോകുമ്പോൾ ഒരു ചെറിയൊരു പായ കൊണ്ടുപോയിരുന്നു. ആ പായ വിരിച്ചിട്ട് അവിടെ ഇരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ അത് കിടക്കും. ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന കാലത്താണ്. അങ്ങനെ ഞാൻ കണ്ട ഒരു കഥകളി നിഴൽക്കുത്തെന്നാണ്. എനിക്കെൻ്റെ കഥയൊന്നും അറിയില്ല. പക്ഷേ അന്ന് കുട്ടിയായിരിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ കയറിയൊരു ഓർമ്മയുണ്ട്. ആ ഓർമ്മ വളരെ കൗതുകരമാണ്. അതായത് നമ്മുടെ നിഴൽ ഭൂമിയിൽ പതിക്കുന്നു. ആ നിഴലിൽ കുത്തിയാൽ ആ നിഴലിൻ്റെ ഉടമ മരിക്കും. അതാണ് നിഴൽക്കുത്ത്. അപ്പോൾ അത് വല്ലാത്തൊരു ആശയം വന്നിട്ട് നിഴലിൽ കുത്തിയാൽ, അപ്പോൾ ഇപ്പോൾ ഈ കൂട്ടുകാരൊക്കെ നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലിൽ വീഴുമ്പോൾ ആ നിഴലിൽ നമ്മൾ ചവിട്ടും. നിനക്ക് ചവിട്ട് കിട്ടിയാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്കാലത്തൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കഥ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് വേണം പറയാം. നിഴൽക്കുത്തിൻ്റെ കഥ ആരെങ്കിലും പ്രേക്ഷകർ ചോദിച്ചാൽ എനിക്കിപ്പോൾ അറിയില്ല. പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഈ നിഴലിൽ കുത്തിയാൽ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിഴലിനെ പോലും ഭയമായിരിക്കും. അതുപോലെ സ്വന്തം നിഴലിനെ പോലും ഭയക്കുന്ന ഒരവസ്ഥയിലാണ് ഇറാൻ്റെ പരമാധികാരിയായ മതജീവിയായ അയത്തുള്ള അലി ഖമനേയി. അദ്ദേഹം ഒളിവിലാണ്. സെപ്റ്റംബർ 17-18 തീയതികളിലാണ് ലബനോനിൽ പേജറുകളും വയർലെസ്സുകളും പൊട്ടിത്തെറിച്ച് 5000-ഓളം ആളുകൾക്ക് പരിക്കും, നിരവധി ആളുകൾക്ക്, നമ്മൾ പറഞ്ഞ കണക്കൊന്നുമല്ല, 1000-1500 പേരൊക്കെ മരിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ആളുകൾ മരിക്കുകയും ചെയ്തു. അതിനുശേഷം ഖമനേയി ഒളിവ് പോയി. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് ചില വിവരങ്ങൾ റോയിട്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. റോയിട്ടർ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായൊരു വാർത്താ ഏജൻസിയാണ്. റോയിട്ടർ പറയുന്നത് ഈ ഖമനേയി ഇതിനു ശേഷം വല്ലാതെ ഭയചകിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാനസപുത്രനായിരുന്നു ഹസ്ബുള്ളയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹസൻ നസറള്ളയെ അദ്ദേഹം ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് ഇറാനിലേക്ക് വരും എന്ന് പറഞ്ഞു. കാരണം ഇറാൻ്റെ ഏറ്റവും വാല്യുബിൾ അസറ്റ് എന്നാണ് അവർ പറയുന്നത്, നസറള്ള. കാരണം അവർ കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി ഈ സംഘടനയെ, ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ വലിയ തോതിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എത്ര വലിയ ഭീകരനാണേലും ഈ ഭീകര സംഘടനയ്ക്ക് ഒരു മേൽവാസവും തൂക്കവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തത് നസറള്ളയാണ്. അതുകൊണ്ട് ഇയാളെ രക്ഷിക്കണമെന്ന് ഖമനേയിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഖമനേയി പറഞ്ഞു നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, നമ്മുടെ റോയിട്ടർ പറയുന്നത്, അദ്ദേഹത്തിന് ഇറാൻ്റെ റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു എലീറ്റ് സേനാ വിഭാഗമാണ്, അവരെ പോലും അവർക്ക് വിശ്വാസമില്ല. അതിൽ പോലും ചാരന്മാരുണ്ട്. അയാൾ ചൂണ്ടിക്കാട്ടിയത്രേ, ഒന്ന് ഈ പേജർ ഇടപാട്, അത് നമ്മുടെ ആളുകൾ അറിയാതെ സംഭവിക്കത്തില്ല. പിന്നെ ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവ് ഇറാനിൽ വെച്ച് ഇറാൻ്റെ VIP ഗസ്റ്റ് ഹൗസിൽ ഇറാനിയൻ ഗാർഡുകൾ കാവൽ നിൽക്കെ ആ മുറിക്കകത്ത് ബോംബ് പൊട്ടി മരിച്ചു. അതിലും നമ്മുടെ ഇടയിൽ ആളുകളുണ്ട്. അപ്പോൾ വല്ലാതെ ഇവർ മൊസാദ് ഇറാൻ്റെ നെറ്റ്വർക്കിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പേജർ ആക്രമണം അതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. അതുകൊണ്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഈ തിരിച്ചു വരുമെന്ന് പറഞ്ഞത് അവരുടെ മിലിറ്ററി അഡ്വൈസറായ നസറുള്ളയുടെ മിലിറ്ററി അഡ്വൈസർ ആയ നിൽഫോ റോഷാൻ എന്ന് പറയുന്ന ആളോടാണ് പറഞ്ഞത്. ഈ നിൽഫോ റോഷാനും നസറുള്ളയോടൊപ്പം കൊല്ലപ്പെട്ടു ബോംബാക്രമണത്തിൽ. ഈ ബങ്കർ ബസ്റ്റർ ബോംബിട്ടപ്പോൾ അയാൾ മരിച്ചുപോയി, അയാളും ചത്തു. അപ്പോൾ ഇയാളോട് 2ാം തവണയും പറഞ്ഞു. അപ്പം ഇതിന് പ്രകടമായി ചൂണ്ടിക്കാട്ടിയത് നമ്മുടെ ശൃംഖലയിൽ വ്യാപകമായി നുഴഞ്ഞുകയറ്റം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അതുകൊണ്ട് തന്നെ കൂടെയുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു ഒറ്റപ്പെടൽ പോലെയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി എന്നാണ് പറയുന്നത്. ഏറ്റവും വിശ്വസ്തരെന്ന് കരുതുന്ന ചില ആളുകൾക്ക് മാത്രം അറിയാം അദ്ദേഹം എവിടെയുണ്ടെന്ന്. നേരത്തെ പറഞ്ഞ ഈഗിൾ 44 എയർബേസ് എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം, ഇസ്രയേലിനും അറിയാം. അത് എവിടെയാണെന്നുള്ള ഏകദേശ ധാരണയൊക്കെ ഉണ്ട്. നമ്മൾ മുമ്പൊരു ടോക്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഏത് ഭാഗത്താണ് ഇതെന്ന് കരുതുന്നു. അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളുമൊക്കെ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവിടെ പോയിരിക്കാൻ സാധ്യതയില്ല. എവിടെയോ അദ്ദേഹം ഉണ്ട്, അത് എവിടെയാണെന്ന് ഒരു പക്ഷേ ഇസ്രയേലിന് അറിയാമായിരിക്കാം, മൊസാദിന് അറിയാമായിരിക്കാം.
ഖമനയെ ഇപ്പോൾ തീർക്കുക എന്നുള്ള ടാർഗറ്റ് ഇസ്രായേലിൽ ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ പേജർ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ളയ്ക്കകത്ത് വല്ലാത്തൊരു ഭീതിയുണ്ട്. കാരണം ആർക്കും ആരെയും വിശ്വാസമില്ല. ആരാണ് ഒറ്റുകാരൻ, ആരാണ് ഒറ്റാത്തവൻ എന്നറിയില്ല. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത്, കേരളത്തിലൊരു കാര്യം പറയും. എൻ്റെ ഒരു സുഹൃത്ത് CPM-ൻ്റെ കണ്ണൂരെ ഒരു CPM-ൻ്റെ ഒരു പാർട്ടി ഗ്രാമത്തിലെ LC മെമ്പർ, ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. അതിൻ്റെ പേരും സ്ഥലമൊന്നും പറഞ്ഞ പാർട്ടി പണി കൊടുക്കുന്നുള്ളൂ ഞാൻ പറയുന്നത്. അതേ ഒരു ദിവസം എന്നെ കണ്ടം പറഞ്ഞു, ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് അവരുടെ പ്രദേശത്തൊക്കെ അവരുടെ ബൂത്തുകളിലൊക്കെ CPM LDF-ന് വോട്ട് പോയി. പാർട്ടിക്കാർ മാത്രമുള്ള 200-300 വോട്ടൊക്കെ ചില ബൂത്തുകളിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് വലിയ അതിശയായി. എടാ, നമ്മൾ പാർട്ടി ഗ്രാമം, പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ, ഇതാര് ചെയ്തു? എന്നിട്ട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ പരസ്പരം മുഖത്തോട് നോക്കും, നീയാണോ എന്ന് നോക്കുമെന്ന് പറഞ്ഞ പോലെ ഹിസ്ബുള്ളക്കാർ പരസ്പരം നീയാണോ ഒറ്റുകാരൻ നോക്കുകയാണ്. പക്ഷെ പേജർ ആക്രമണത്തിന് ശേഷം റോയിട്ടർ റിപ്പോർട്ട് അനുസരിച്ച് നബീൽ കോക്ക് എന്ന് പറയുന്ന ഒരാളെ ഹിസ്ബുള്ള ചുമതലപ്പെടുത്തി. ആരാണ് ഒറ്റുകാർ, ആരൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആളുകൾ ലെബനോൺ ഉൾപ്പെടെയുള്ള പ്രദേശം വിട്ട് വിദേശങ്ങളിൽ പോയിട്ടുണ്ട്, ആരുടെയൊക്കെ ബന്ധുക്കൾ വിദേശങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണം പൂർത്തിയാക്കും മുമ്പ് നബീൽ കോക്കും എന്തുപറ്റി, ഹൂറിലോകം പോയി. പരലോകമല്ലല്ലോ, ഹൂറിലോകം പോയി. അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം നടന്നു. ഈ പറഞ്ഞ പോലെ വലിയ തോതിലുള്ള ആശങ്ക, സംശയം, പരസ്പര വിശ്വാസം ഹിസ്ബുള്ളയ്ക്ക് നഷ്ടപ്പെട്ടു. ആരാണ് ഒറ്റുകാർ, ആരാണ് അല്ലാത്തവർ എന്ന് പറയുന്നത്. ഇതൊരു ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഈ ഇസ്രായേലിൻ്റെ ചാരന്മാരായിട്ട് മറ്റു രാജ്യങ്ങളിൽ ഇവർ അവിടുത്തുകാരെ തന്നെ സെലക്ട് ചെയ്യും. പക്ഷെ മുസ്ലിങ്ങൾക്ക് പൊതുവിൽ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവർ മതപരമായി തന്നെ ജൂതനെതിരാണ്. അതുകൊണ്ട് ഇവിടെ പലപ്പോഴും ഞാൻ ഈ മൊസാദ് എന്ന് പറഞ്ഞ വിഖ്യാതമായൊരു പുസ്തകമുണ്ട്, ഇസ്രായേലിൻ്റെ മൊസാദ് ഓപ്പറേഷനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ ഇറാൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട്. ഒരു അധ്യായം തീർന്നിട്ട് ഒരു ചെറിയൊരു ഭാഗമുണ്ട്, ഒരു അപ്പൻഡിക്സ് പോലെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നത്, അതുകൊണ്ട് ഇവർ നിന്നറിയോ, ഈ ജൂതന്മാർ, ഇസ്രായേലുകൾ അമേരിക്കൻ ചാരസംഘടനയുടെ ആളുകളാണ്, CIA-ക്കാരാണെന്നും പറഞ്ഞ് ഭാവിക്കും. എന്നിട്ട് ഇവരോട് പറയും, ഞങ്ങൾ CIA ആണ്, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് മുസ്ലിംസിനെ എടുത്ത് അവർക്ക് ജൂതന്മാരോടല്ലേ ഇടപെടാൻ പറ്റുള്ളൂ, അമേരിക്കക്കാരോട് പ്രശ്നമില്ല, അതിന് കാശ് കൊടുത്തിട്ട് ചാരവൃത്തി ചെയ്യിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഇറാൻ്റെ ചാര സംഘടനയുടെ തലവനായ യോസി ചോഹൻ, അദ്ദേഹം അധികാരം വിട്ടതിന് ശേഷം BBC-ക്ക് നടന്ന ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ വ്യാപകമായി നോൺ ഇസ്രായേലികളല്ലാത്ത ആളുകളെ ചാരന്മാരായി ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളൊരു ചാരസംഘടന ഉണ്ടാക്കി, ഞങ്ങളുടെ രാജ്യത്ത് ഇസ്രായേലിൻ്റെ ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 20 പേർ മാത്രമുള്ള ഒരു സ്പെഷ്യൽ എലീറ്റ് സ്പൈ ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ തലവനായിട്ട് ഒരാളെ വെച്ചു. ആ തലവൻ ഇസ്രായേലിൻ്റെ ചാരനായിരുന്നു. പ്രസിഡന്റ് അല്ല, ഇറാന്റെ ചാരസംഘടനയുടെ തലവനായിരുന്ന യോസി ചോഹാൻ പറഞ്ഞ കാര്യമാണ്. മുൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ചാരസംഘടനയുടെ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഇറാന്റെ ചാരസംഘടനയുടെ നേതാവ് റിട്ടയർ ആയപ്പോൾ അദ്ദേഹം BBC കൊടുത്ത ഇന്റർവ്യൂ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, പുതിയ ചാരസംഘടന ഉണ്ടാക്കി അതിന്റെ തലവൻ പോലും മൊസാദിന്റെ ചാരനായിരുന്നു. ഇതിപ്പം ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആധികാരിക ഇറാന്റെ ചാരസംഘടനയുടെ തലവൻ പറയുമ്പോൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റിന്റെ കാര്യം ഇന്നലെയൊക്കെ വാർത്തകളിൽ വന്നതാണ്. പക്ഷേ ഈ ഭാഗം വന്നില്ല. ചാരസംഘടനയുടെ നേതാവായിരുന്ന യോസി ചോഹാൻ പറഞ്ഞത് ഒരിടത്തും വന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ, ഇപ്പം ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായി ഈ ഷിയ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് അനുകൂലമായി ഇറങ്ങുന്ന ഒരു പത്രമുണ്ട്. അതിൻ്റെ പേര് ജനോബിയ എന്നാണ്. ജനോബിയ എന്ന് പറയുന്ന പത്രത്തിൽ അതിൻ്റെ എഡിറ്റർ അലി അൽ അമീൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്, ഹിസ്ബുള്ള 1980s 1982 മറ്റാണ് രൂപീകൃതമായത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റാണ് ഇപ്പോൾ നടന്നത്. അത് ഇസ്രായേലിന് ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമായി ഷിയ ഗ്രൂപ്പിൻ്റെ ഒരു പത്രമാണ്, അവരോട് ആഭിമുഖ്യമുള്ള പത്രമാണ് ജനോബിയുടെ എഡിറ്റർ അൽ ഹമീൻ എഴുതിയിരിക്കുക. എന്നിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്നത് വളരെ സ്ഫോടനാത്മകമായ ഒരു കാര്യം പറഞ്ഞിട്ട്, ഈ പേജർ ആക്രമണത്തിന് ശേഷം ഹിസ്ബുള്ള അവരുടെ 100 കണക്കിന് പ്രവർത്തകരെ തടവിലാക്കിയിരിക്കുക. അപ്പോൾ അതിനകത്ത് കുറ്റക്കാരുണ്ടാവും, സംശയിക്കപ്പെടുന്നവരുണ്ടാവും, വെറുതെ സംശയം തോന്നുന്നവരുണ്ടാവും. ഇപ്പം ഇറാനിൽ ചില ആളുകളൊക്കെ സംശയിച്ചത്രേ, ചിലരോടൊക്കെ ചോദിച്ചു, അത് ഇയാൾ എവിടെ, നമ്മുടെ നസറുള്ള ഇപ്പോൾ എവിടെയാ, അത്ര കാലം അവിടെ കാണും എന്നൊക്കെ വെറുതെ കാഷ്വലായി ചോദിച്ച ആളുകളൊക്കെ പിടിച്ച് ജയിലിട്ടുണ്ട്. അപ്പോൾ ഇത് കൊല്ലാൻ വേണ്ടി ചോദിച്ചതാണോ, ചാരനാണോ, ഒറ്റാണോ, കൗതുകം കൊണ്ട് ചോദിച്ചതാണോ എന്നറിയില്ല. അപ്പോൾ ഇത് നോക്കൂ, ഒരു സംഘടനയിലെ 100 കണക്കിന് ആളുകളെ
സംശയത്തിൻ്റെ ആനുകൂല്യം, സംശയത്തിൻ്റെ മറവിൽ, ആനുകൂല്യമല്ല, സംശയത്തിൻ്റെ മറവിൽ പിടിച്ച് തടവിലിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ സംഘടനയുള്ള ലോയൽറ്റി പോയി അല്ലേ. അവർ നാളെ നിരപരാധിയാന്ന് പറഞ്ഞ് വിട്ടാൽ പോലും തമ്മിൽ തല്ലിച്ചാവേണ്ട ഒരു അവസ്ഥ അവർക്ക് ഉള്ളുകൊണ്ട് ഈടാ ഞാൻ ഇത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും എന്നെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഒറ്റുകാരനാണെന്ന് സംശയിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അവർ മെൻ്റലി എന്താണ് ഡൗൺ ആവുകയാണ്. അപ്പോൾ ഹിസ്ബുള്ളയ്ക്കകത്ത് വലിയൊരു ആഭ്യന്തര ഛിദ്രം ഉണ്ടായി വരുന്നുണ്ട്. രണ്ട്, അവർക്ക് വലിയ ആത്മവിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അനിവാര്യമാണ്. യുദ്ധം അവൻ്റെ വീട്ടുമുറ്റത്തല്ല, വീടിൻ്റെ അകത്തോട്ട് കയറി വന്നു. ഇസ്രായേൽ ഏരിയൽ സ്ട്രൈക്സ് കഴിഞ്ഞിട്ട് അവരുടെ സേനയുമായിട്ട് അങ്ങോട്ട് കയറിയിരിക്കുക. അപ്പോൾ ഇതാണിപ്പോൾ ഇസ്രായേലിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇവരുടെ ഈ സേനയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഹിസ്ബുള്ളയ്ക്ക് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഹിസ്ബുള്ളയ്ക്ക് നമ്മുടെ ഇന്ത്യൻ ആർമിക്കും ഇസ്രായേൽ ആർമിക്കും ഉള്ള ഒരു പൊതു ഘടകമുണ്ട്. ഇപ്പോൾ ചൈന വലിയ ശക്തിയാണ്, ചൈനയോട് മല്ലിടാൻ ഇന്ത്യ പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന ചില ചൈനീസ് ഭക്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയുന്ന ഗാൽവനിലെ ഫൈറ്റ് ഉണ്ടല്ലോ, ഗാൽവനിൽ കൈയോട് കൈയും കമ്പും കൊണ്ട് ഇന്ത്യക്കാരും ചൈനക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നമ്മൾ അവന്മാരെ തല്ലിക്കൊന്ന് തണുത്തുറഞ്ഞ നദിയിലേക്കാണ് നമ്മളാണ് ജയിച്ചത്. നമുക്ക് 10-20 പേര് മരിച്ചു, പക്ഷേ അവർക്ക് 100-ലേറെ പേർ മരിച്ചു എന്നാണ് അമേരിക്ക, റഷ്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പറഞ്ഞത്. കാരണം രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഫിസിക്കൽ, അതായത് ഇന്ത്യക്കാരൻ്റെ പകുതിയുള്ളൂ ചൈനക്കാരൻ. നല്ലൊരു നല്ല തടി തൂക്കമുള്ള ഒരു സർദാർജി മുന്നിൽ നിന്ന് ചൈനക്കാരനെ വാരി നിലത്തടിക്കാൻ പറ്റും. രണ്ടത്, പിന്നെ നോക്കൂ, ചൈന എവിടെയാണ് യുദ്ധം ചെയ്യുന്നത്? ചൈനയ്ക്ക് വാർ എക്സർസൈസുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ പട്ടാളവും യുദ്ധ പരിശീലനങ്ങൾ നടത്തും. നമ്മുടെ പട്ടാളവും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പട്ടാളം ആക്ച്വലി വാറിലുണ്ട്. കാരണം ഇന്ത്യയുടെ പല സ്ഥലത്ത് നക്സലേറ്റുകളിലോ ഏറ്റുമുട്ടൽ, തീവ്രവാദികളായിട്ട് ഏറ്റുമുട്ടൽ. അപ്പോൾ ഇന്ത്യൻ സൈന്യം ഒരു ആക്ച്വൽ ഫൈറ്റ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുക. യുദ്ധം നമുക്ക് പരിശീലനമല്ല, നമ്മൾ ആക്ച്വലി എക്സ്പീരിയൻസ് ആണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ ഒരു ബറ്റാലിയൻ കാശ്മീരിൽ തീവ്രവാദികളെ നേരിടുന്നു. ആ ബറ്റാലിയൻ അവസാനം വരെ നിൽക്കുന്നില്ല, അത് കഴിയുമ്പോൾ അവരെ മാറ്റും, പുതിയൊരു ബറ്റാലിയനെ വിടും. അപ്പോൾ നമ്മുടെ സൈന്യം നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൈന്യമാണ്. ഇസ്രായേലും അങ്ങനെയാണ്. ഇസ്രായേലിന് യുദ്ധം എക്സർസൈസ് അല്ല, എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിരന്തരം ഹിസ്ബുള്ളയ്ക്ക് അവിടെ ഇരുന്നിട്ട് ഈ റോക്കറ്റ് വിട്ടുള്ള ശീലമുള്ളൂ, ഏറ്റുമുട്ടലില്ല. അപ്പോൾ ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത്, ഏറ്റുമുട്ടിയുള്ള ശീലം ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ചൈനയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യൻ ആർമി ബെറ്റർ ദാൻ ചൈനീസ് ആർമി എന്ന് പറയാൻ കാരണം നമുക്കിത് ടെക്സ്റ്റ് ബുക്കല്ല എന്ത് വാർ എന്ന് പറയുന്നത്, ഇതാണ് എക്സ്പീരിയൻസ്. ഇതാണ് ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. അയത്തുള്ള അലി ഖമനേയ്ക്ക് നസറുള്ളയെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം നസറുള്ള വന്ന് ഖമനയുടെ കൈമുത്തുന്ന ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു ആത്മീയ ആചാര്യനായിട്ട് നസറുള്ള ഈ മതഭീകര ജീവിയെ കാണുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾക്കും വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഓടിക്കോ മോനെ, വിട്ടോടാ മോനെ ദിനേശ, അല്ലെങ്കിൽ തോമസ് ഊട്ടി വിട്ടോ എന്ന് ഈ ഖമനയി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ നസറുള്ള പീസായിട്ട് പോകത്തില്ലായിരുന്നു. ഒരു പക്ഷേ ഖമനയി പറഞ്ഞത് കേട്ട് നസറുള്ള ഇസ്രായേലിനെ ഭയന്ന് ഇറാനിലേക്ക് ഓടിപ്പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരുന്നേനെ. പക്ഷെ വേറെ കാര്യമുണ്ട്, അതിൽ നസറുള്ളയെ ഞാൻ മാനിക്കുന്നു. ഒരു ഭീകരവാദി നേതാവ് തൻ്റെ ജീവന് ഭീഷണി വരുമ്പോൾ തൻ്റെ അണികളെ ഇട്ടിട്ട് ഓടിപ്പോയില്ല എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയാണ്, ധീരതയാണ്. ആ ധീരതയെ നമ്മൾ അംഗീകരിക്കാതെ പറ്റില്ല. ഭീകരവാദിയാണെങ്കിലും തീവ്രവാദിയാണ് ഇല്ല. 2 തവണ ഖമനയി തന്നെ ആവശ്യപ്പെട്ടിട്ടും പോവാതെ ഞാൻ ഇവരുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ക്വാളിറ്റി. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ആ ക്വാളിറ്റി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ക്വാളിറ്റി ഒന്നുമല്ല. ഏതായാലും ചത്തു തീരേണ്ട ആൾ തന്നെയായിരുന്നു നസറുള്ള. ഖമനയി അങ്ങനെയാണോ ഇല്ലയോ എന്ന് ഇറാനല്ല, ഇസ്രായേൽ തീരുമാനിക്കും. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.